ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് നമ്മുടെ മധുരക്കിഴങ്ങിനെ കുറിച്ചാണ് കേട്ടോ. ഇതാണ് മധുരക്കിഴങ്ങ് എന്ന് പറയുന്ന സാധനം. ഇതിനെ എങ്ങനെ നട്ട് നമുക്ക് വളർത്താന്നുള്ളതാണ് ഞാൻ കാണിച്ചത്. ഞാൻ നട്ടത് കുറച്ചുണ്ട്, അത് ഞാൻ കാണിച്ചുതരാം. ഈ മധുരക്കിഴങ്ങ് നട്ടത് ഞാൻ കുറച്ച് കാണിച്ചിട്ടുണ്ട്. ഇത് ഇതേമാരത്തെ 2 എണ്ണമാണ് ഞാൻ ഇത് നട്ടിട്ടുള്ളത്. പിന്നെ പൊടിച്ചു വന്നപ്പോൾ ഞാൻ ഇതിന് ഓരോന്നിനും എടുത്ത് ഞാൻ മാറ്റി വെച്ചിട്ടാണ് എടുത്തത്. അപ്പൊ 2 തരത്തിൽ നമുക്ക് വേണമെങ്കിൽ നടാം. ഗ്രോ ബാഗിലും നടാം, ഇങ്ങനെ നടാം. പറമ്പിൽ നടുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ വിളവെടുപ്പ് എടുക്കാൻ പറ്റും. ഗ്രോ ബാഗിലാകുമ്പോൾ ഒരു കട മാത്രമേ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അതിന്റെ പേരിലാണ് ഞാൻ ഇങ്ങനെ കാണിച്ചു തരാന്ന് പറഞ്ഞത്. അപ്പൊ ഇങ്ങനെ പൊടിച്ചു വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിലോ ഈ തണ്ട് കണ്ട, ഈ തണ്ട് ഇപ്പൊ കടയമെന്ന് വരുന്ന തണ്ടാണ് കണ്ടാ. അപ്പൊ ഇതിങ്ങനെ വരുമ്പോ ഇതിങ്ങനെ വെച്ച് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. ഈ മണ്ണ് എടുത്ത് കഴിഞ്ഞ് നമ്മൾ ഇവിടെ ഈ മുട്ടിനിട്ട് കൊടുക്കുക കണ്ടാ. ഇവിടെ ഇട്ട് കൊടുക്കുമ്പോ എന്തായി, നമ്മൾ ഇവിടുന്ന് നട്ട മാതിരിയായി. അപ്പൊ ഇവിടുന്ന് നമുക്ക് കായകൾ കിട്ടും. അപ്പൊ ഈ ഓരോ ചെനപ്പിലും നമുക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കടയുമെന്ന് തന്നെ നമുക്ക് പല വിത്തുകൾ കിട്ടും. ആടാ ഇങ്ങനെ ഇട്ട് കൊടുക്കുക. അപ്പൊ അവിടെയും കടയായി. അങ്ങനെ ഓരോന്നിന്റെ തലക്കിൽ ഇട്ട് കൊടുക്കുക കേട്ടാ. വലിയ ഇതായിട്ടുണ്ടെങ്കിൽ കണ്ട, ഇപ്പൊ ഇത് കണ്ട, ഈ കടയൊക്കെ വലുതായി. നമുക്ക് ഇതിനെങ്ങനെ നിർത്തി വെച്ച് കഴിഞ്ഞിട്ട് ഇതിന്റെ കടയ്ക്ക് കുറച്ച് മണ്ണിട്ട് കൊടുക്കാം. എടാ ഇവിടുന്ന് പിന്നെ വേര് പിടിച്ചോളത്. അവിടുന്ന് വേര് പിടിക്കുമ്പോൾ എന്താണ്, നമുക്ക് പല സ്ഥലത്തുനിന്ന് ഇതിന്റെ കിഴങ്ങ് പറിച്ചെടുക്കാൻ പറ്റും. ഇനിയിപ്പോ ഇവിടെ നമ്മൾ നട്ട മാതിരി ഇവിടെയും കിഴങ്ങുണ്ടാവും. ഇനി ഇവിടെ നിൽക്കാം. അപ്പൊ ഇത് നമുക്ക് ഇവിടെ ഇങ്ങനെ ഇടാൻ കൊടുക്കാൻ സൗകര്യം ഇല്ലെങ്കിൽ തന്നെ നമ്മൾ ഇതിന്റെ കൂമ്പ് പൊട്ടിക്കാം. ഇത് പൊട്ടിച്ചത് ഇങ്ങനെ എടുത്തിട്ട് ഇവിടെ കുഴിച്ചിട്ടാലും മതിയോ. എടാ ഇങ്ങനെയും വയ്ക്കാം, അത് ഉണങ്ങിപ്പോവില്ല. അപ്പം വേനൽക്കാലം ഒന്ന് നനയ്ക്കണമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പം അങ്ങനെ ചെയ്യാം. കേട്ടാ ഇതൊക്കെ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡബിൾ പടർത്തിയൊക്കെ, എന്നിട്ട് നമുക്ക് റൗണ്ട് കൂടുതൽ ദൂരം പോകാണ്ട് ഭൂമി കൂടുതലുണ്ടെങ്കിൽ കുഴപ്പമില്ല, ഇല്ലെങ്കിൽ റൗണ്ട് ആക്കിയാണ് നമ്മൾ ഉദ്ദേശിച്ച മാതിരി ഇതിന്റെ സ്ഥാനത്തിന് കൊണ്ടുവരാൻ പറ്റും. അപ്പം നമുക്കൊരു കടയിൽ നിന്ന് തന്നെ പല കിഴങ്ങുകളും പലതരം കൂടുതൽ ആദായം കിട്ടും. അതാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ. പിന്നെ ഗ്രോ ബാഗിൽ ഞാൻ ഒരെണ്ണം നട്ടിട്ടുണ്ട്, അതും കാണിച്ചു തരാം. ഗ്രോ ബാഗിൽ നടുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു കടയുമെന്ന് കിട്ടും, വേറെ നമുക്ക് പടർത്താൻ ഗ്യാപ്പൊന്നുമില്ല. അപ്പം ആ ഒരു കടയുമെന്നുള്ളത് കിട്ടുള്ളൂ. അതാണ് ഞാൻ ഇങ്ങനെ കാണിച്ചത് കേട്ടാ. ഇനി ഞാൻ വിത്ത് നടേണ്ട രീതി ഞാൻ കാണിച്ചു തരാം. ഞാൻ നട്ട രീതി കാണിച്ചു തരാം. അതിങ്ങനെ വിത്ത് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നടാം. അപ്പം നമ്മൾ മണ്ണിനെ ഫസ്റ്റ് നോക്കണം. മണ്ണ് ഏത് ലെവലിലാണ് കിടക്കുന്നത്, കട്ടിയുള്ളതാണോ കട്ടിയില്ലാത്തതാണോ പൂഴിമണ്ണാണോ, ഇതൊക്കെ നമ്മൾ നോക്കാൻ നിൽക്കണം. ഇതിപ്പോൾ ചെയ്യുന്നതിന് മുമ്പ് ആദ്യം ഇതൊക്കെ ചെയ്യണം കേട്ടോ. അപ്പം അതങ്ങനെ ചെയ്തിട്ട് നമുക്ക് മണ്ണ് ഇവിടെ ഇപ്പോൾ അത്ര വലിയ കുഴപ്പമായിട്ട് തോന്നുന്നില്ലേ, പക്ഷെ മണ്ണ് നല്ല കട്ടിയുള്ള സ്ഥലമാണ്. ഇതിങ്ങനെ ഇളക്കുക, കുറച്ച് മണ്ണാണ്ട് ഇളക്കിയതിന് ശേഷം നല്ല പൊടി പോലെ ആവില്ലേ, അങ്ങനെ ആക്കുക. അങ്ങനെ ആക്കിയതിന് ശേഷം നമ്മുടെ ഈ കരയിലെ മറ്റുള്ള വേസ്റ്റുകൾ ഉണ്ടാവില്ലേ, ആ സാധനം കൊണ്ട് ഇടാം. ഈ സാധനം ഇടുമ്പോൾ എന്താവും, ഈ മണ്ണ് കുറച്ച് അങ്ങോട്ട് ചെല്ലുമ്പോൾ ഇത് ലൂസാവും. അപ്പോൾ ലൂസാകുമ്പോൾ അതായിട്ട് എൻ്റെ അരിഞ്ഞു പോവില്ലേ, ഇങ്ങനെ ഇടാം. അപ്പോൾ ഇതിന് ഇതായിട്ട് ലൂസായിട്ട് വരും. അപ്പോൾ മണ്ണ് ലൂസാവും, ടൈറ്റ് കുറയും. എന്നിട്ട് നമ്മൾ ഈ വിത്തിൽ വെക്കുക. ആണാ ഈ വിത്തയിൽ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീണ്ടും നമുക്ക് ഈ കരിയില തന്നെ ഇടാം. കരിയില ഇതിങ്ങനെ ഇട്ട് കാഞ്ഞിട്ട് അപ്പം അതിന് മണ്ണിളക്കത്തിന് വേണ്ടിയിട്ടാണ്. മണ്ണ് ടൈറ്റുള്ള സാധനമാണെങ്കിൽ മാത്രം മതിയിട്ടാ, അല്ലാണ്ട് മറ്റേ ലൂസുള്ള മണ്ണാണെങ്കിൽ വേണ്ട. എൻ്റെ ഇതിങ്ങനെ മണ്ണ് അങ്ങോട്ട് ഇട്ട് റെഡിയാക്കാം. വേനൽക്കാലം എടുക്കണമെന്ന് മണ്ണ് തെളിച്ച് വെള്ളം തെളിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ പൊടിപ്പ് വരും. പൊടിപ്പ് വരും. ഈ പൊടിപ്പ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് വളം കൊടുക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചാണം കൊടുക്കേണ്ടത്. ചാണപ്പൊടിയോ ചാണം ഉണ്ടെങ്കിൽ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നല്ലതാണ്. നല്ലൊരു ഇതായിട്ട് തന്നെ വരും ചെയ്യും കേട്ടോ. അപ്പം ഇവിടെ ഞാൻ വലിയ കൂടുതൽ ഞാൻ തോട്ടിലാണ് നട്ടിട്ടുള്ളത്. അതിൻ്റെ വലിയ ഇവിടെ വളം ഇഷ്ടം മാതിരി ഉണ്ട്. അതിൻ്റെ വലിയ ഞാൻ അങ്ങനത്തെ ഒന്നും ചെയ്തിട്ടില്ല. പക്ഷെ ചാണം ഇട്ട് ചെയ്യുന്നത് നല്ലതായിരിക്കും. പിന്നെ ഭൂമിയേക്കാളും ഇപ്പോൾ സ്ക്വയർ ഭൂമിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഭൂമിയേക്കാളും ഒരു 3 ഇഞ്ച് മേലെ മണ്ണ് പാവിയിട്ട് അതിമ നടുക. അപ്പം നമുക്ക് ഈ മുട്ടിൽ 2 പ്രാവശ്യം ഇട്ടാൽ മതി കേട്ടോ. ഇത് കൂടുതൽ വളർന്നുകൊണ്ട് പോയിട്ട് ഇടണ്ട, കടക്കെ തന്നെ ഇവിടെ തന്നെ നട്ട് ഇവിടെ തന്നെ ആകുമ്പോൾ എൻ്റെ തണ്ണ ഇടാം. പിന്നെ നമുക്ക് ഇതിനെ വളച്ച് റെഡിയാക്കി എടുത്താൽ മതി. അവിടെ തന്നെ റെഡിയാക്കി ഇടുന്നുള്ളൂ. സുഖമായിട്ട് നമുക്ക് മധുരക്കിഴങ്ങ് ഉണ്ടാവുകയും ചെയ്യും കേട്ടോ. അപ്പം ഞാൻ ആ ഗ്രോ ബാഗിൽ നട്ടതും കൂടി ഒന്ന് കാണിച്ചു തരാം കേട്ടാ. ഗ്രോ ബാഗിൽ ഞാൻ
ഗ്രോ ബാഗിൽ ഉണ്ടാക്കിയിട്ടുള്ള കടാട്ടാ. ഇതാ ഇതാ ഇതിപ്പോൾ ഇവിടെ പറമ്പിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ മുട്ടിനൊരു മണ്ണിട്ട് കൊടുക്കാമായിരുന്നു. പക്ഷേ ഇത് രക്ഷയില്ല, ഇത് നമുക്ക് കീപ്പോട്ട് തന്നെ പോവുള്ളൂ. അപ്പം അതിൻ്റെ വലിപ്പം ഇതിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടുന്ന കിഴങ്ങ് നമുക്ക് ഗ്രോ ബാഗിൽ ഇട്ട് കഴിഞ്ഞാൽ കിട്ടുള്ളൂ. അതിൻ്റെ പേരിലാണ് ഞാൻ ആ മുട്ടുമ്പോൾ മണ്ണിടാൻ പറഞ്ഞത് കേട്ടോ. അത് ഒരു പ്രാവശ്യം ഇട്ടാൽ മതി, എല്ലാ മുട്ടുമ്പോൾ മണ്ണിടണമെന്നില്ല. ഒരു പ്രാവശ്യം നമുക്ക് കുറച്ച് അത്യാവശ്യത്തിന് വേണ്ടി മാത്രം കേട്ടോ. ഇതാണ് നമ്മുടെ കൃഷിയുടെ രീതി. നല്ല നിലയ്ക്ക് വരും ചെയ്യും. ചാണപ്പൊടി ഇട്ട് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഇതിനേക്കാളും നല്ല ഉഷാറായിട്ട് വരും. ഞാനിപ്പോൾ ഇതിൽ അങ്ങനെ കൂടുതൽ വളം ചെയ്തിട്ടില്ല, എൻ്റെ ഭൂമിയിൽ മണ്ണിൽ വളമുള്ള എൻ്റെ പേരിൽ കേട്ടോ. അതാണ്. അപ്പോൾ ഇതാണ് മധുരക്കിഴങ്ങ് ചെയ്യുന്നതിൻ്റെ രീതി. ഞാൻ ചെയ്യുന്ന രീതി ഇങ്ങനെയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നു ഞാൻ വിചാരിക്കുന്നു.